മഞ്ചേശ്വരം എൻ്റെ പിറന്ന മണ്ണാണ്. വസങ്കടി എൻ്റെ തട്ടകാണ്. ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2006 ആവർത്തിച്ചുകൊണ്ട് 2026 സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് വിജയിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത. ഈ ചൂടിനൊരു ആശ്വാസം കരിക്കാണല്ലേ. ഇപ്പോൾ കരിക്ക് കുടിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അല്ലേ? കരിക്ക് മാത്രമല്ല, മനുഷ്യന്മാരായാലും എല്ലാം കുടിക്കണ്ടേ. വെള്ളം കുടിക്കേണ്ടി വരും, കരിക്ക് കുടിക്കേണ്ടി വരും, ജ്യൂസ് കുടിക്കേണ്ടി വരും, എല്ലാം കുടിക്കേണ്ടി വരും. ആദ്യ ദിനം പ്രചരണം കഴിയുമ്പോൾ ഈ ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയും. നമ്മൾ ചൂടിൽ തന്നെ ജീവിച്ച ആൾക്കാർ, നമ്മൾ എ സിയിൽ ജീവിച്ച ആൾക്കാരൊന്നല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ നടന്നുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതല്ലേ, നമ്മൾ വേറെ ഒന്നും ഇതിൽ ജീവിച്ച ആൾക്കാരല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മഞ്ചേശ്വരത്ത് തന്നെ അതിൽ ചെറിയ എതിർപ്പുമായി ഒരു വിഭാഗം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ കഴിഞ്ഞു? അതെല്ലാം തീർന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത്. എന്തരിവാ, ചില ആൾക്കാർക്ക് BJP നിന്ന് തോൽപ്പിക്കുന്നു വെച്ചിട്ടുണ്ട്, ലീഗിൽ നിന്ന് തോൽപ്പിക്കുന്നു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പൊതുവികാരം. ആ വികാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചു പോകും, അതിൽ ഒരു സംശയമില്ല. മഞ്ചേശ്വരം മണ്ഡലം നല്ല വിജയത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കുന്നത്. ഇതൊരു മതേതരത്വ മണ്ണാണ്, ഭാഷാ സംഗമഭൂമിയാണ്, മിനി ഇന്ത്യയാണ്. ഹിന്ദി, ഉറുദു, മലയാളം, തുളു, കന്നഡ എല്ലാം ഭാഷകൾ സംസാരിക്കുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല, ജയിക്കും. അതായത് വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ, അങ്ങനെയൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എന്താ തോന്നിയത്? അത് കുറേ ആൾ കുറേ പറയൂലേ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരും ജയിക്കാനും വേണ്ടിയല്ലേ, അങ്ങനെ ആൾക്കാരെല്ലാം പറയൂ. എല്ലാ കാലത്തും പറയുന്നതാണ് BJP വിജയിക്കും എന്നൊരു ഘട്ടം വരുമ്പോൾ ഇവിടെ CPM ക്രോസ് വോട്ടിംഗ് നടത്തുന്നു, ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നൊക്കെ എല്ലാ കാലത്തും അത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടാകുന്ന. ആ രീതിയിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന നിലയിലൊക്കെ പറയാറുണ്ട്. ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? അതൊരു തെറ്റായ ധാരണയാണ്. എന്തിനോ ലീഗ് വോട്ട് ചോദിക്കുന്നത് മതത്തിൻ്റെ പേരിൽ, BJP വോട്ട് ചോദിക്കുന്നത് മതത്തിൻ്റെ പേരിലാണ്. നമ്മൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജാതിയും മതവും പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. എന്തായാലും ഈ ഭാഷാ ന്യൂനപക്ഷ മേഖലയാണ്. വിവിധ ഭാഷകളിൽ വോട്ടർമാരോട് സംവദിക്കേണ്ടി വരും. കന്നഡ, തുളു ആ രീതിയിലൊക്കെ സംവദിക്കേണ്ടി വരും. എന്തായാലും അത് പരിചയമുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് കന്നഡ ಭಾಷೆಯಲ್ಲಿ ಒಂದು ವೋಟರ್ಮಾರೋട് നമ്മളെ ഒന്ന് സംബന്ധിക്കാം. ಪ್ರೀತಿಯ ಮತದಾರ ಬಾಂಧವರೇ, ಈ ಸರ್ತಿದ ವಿಧಾನಸಭಾ ಚುನಾವಣೆಗೆ ಎಡಪಕ್ಷದ ಸ್ಥಾನಾರ್ಥಿಯಾಗಿ ನಾನು ಸ್ಪರ್ಧೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ನನ್ನ ಕತ್ತಿ ಸುತ್ತಿಗೆ ನಕ್ಷತ್ರ ಚಿಹ್ನೆಗೆ ನಿಮ್ಮ ಅಮೂಲ್ಯವಾದ ಮತವನ್ನು ನೀಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತೇನೆ. ತುಳಿಲಿ ಪ್ರೀತಿಯ ಮತದಾರ ಬಾಂಧವರೇ, ಏನು ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಮಂಡಲದ ಎಡರಂಗದ ಅಭ್ಯರ್ಥಿ ಆದ ಸ್ಪರ್ಧೆ ಮಾಡ್ತಲೇ ಎನ್ನ ಕತ್ತಿ ಸುತ್ತಿಗೆ ನಕ್ಷತ್ರ ಚಿಹ್ನೆಗೆ ನಿಖಲ ಅಮೂಲ್ಯವಾದ ಓಟು ಹೊಡೆದು ಗೆಲ್ಪಾಡುದು ಅದೊಂದು ಕೇಳಿರು.